आधे वीडियो में कंटो अंदर यहाँ पर है बाकी सिर्फ 3 हफ्ते कीजिए एंड यू सी द रिजल्ट. इट वर्क्स वंडर्स. स्प्रे बनाना 3 चम्मच मेथी सीड लीजिए, 3 चम्मच ब्लैक पेपर एंड 3 चम्मच रोजमेरी. 300 ml पानी में उसको उबालिए और उसको फिर उबालने के बाद उसको स्ट्रेन करके एक स्प्रे बॉटल में डाल दीजिए. और ये स्प्रे बॉटल पूरे स्कैल्प में आप रोज सुबह को आप स्प्रेड कीजिए. इससे आपके हेयर फॉल, हेयर थिनिंग, जो भी इन्फेक्शंस, डैंड्रफ, सबको वो इम्प्रूव कर. കുറച്ച് സവാളയും പിന്നെ കുറച്ച് ഈ മുരിങ്ങക്കോലും കൂടെ ഇടുമ്പോൾ അത് സാമ്പാറാവും. നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അവർ ഓക്കെ, അവർ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ പറയാം. റീച്ചിന് വേണ്ടി എന്ത് ഊളത്തരം കാണിച്ച ആൾക്കാർ കാണുമെന്ന് അറിയാം, മനസ്സിലായോ? അപ്പൊ നമുക്കൊരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പുറമെ എന്തൊക്കെ അരച്ച് ലൈക്ക് ഇല, മറ്റേ ഈ കുരുമുളക്, വാഴയില, എന്തൊക്കെയൊക്കെയോ അരച്ചിട്ട് ഇവർ എണ്ണ പിന്നെ അതേപോലെ കണ്ടീഷനൊക്കെ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കും, മനസ്സിലായോ? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസിനാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. റൂട്ട് കോസ് എന്താണ്, എന്നിട്ട് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് ആ റൂട്ട് കോസ് അവിടെ ഇരിക്കവേ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല. ഇതിനി ഏത് ഭാഷ പറഞ്ഞാൽ തലേ കയറുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് ഇൻഫ്ലുവൻസസ് ഇതേപോലെ ചുമ്മാ അവർക്ക് പ്രൊമോഷൻ ചെയ്യാം, പ്രോഡക്റ്റ് പ്രൊമോഷൻ ചെയ്യാം, ഫൈൻ. ഇത് പ്രൊമോഷൻ അല്ല, ഇത് അവർ സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇത് നിങ്ങൾ സ്പ്രേ ചെയ്താൽ മതി, മുടി വരും, താരൻ പോകുന്നു. മുടി വരണ പോട്ട് താരനൊക്കെ പോകുന്നു പറഞ്ഞാൽ എനിക്ക് വളരെ കഷ്ടമാണ്. കാരണം താരൻ, ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്ന പോലെ താരൻ വരുന്നതേ നമുക്ക് ആ ഒരു ഉള്ളിലെ പ്രശ്നം കൊണ്ടാണ് താരൻ വരുന്നത്. ഓക്കെ, അപ്പം അത് സോൾവ് ചെയ്യാതെ പുറമേ നമ്മൾ എന്തൊക്കെ ഇട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബാർബർ ഷോപ്പിൽ പോയി, അവിടെ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഓക്കെ ഫൈൻ. പക്ഷെ ആ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടി മാത്രമാണ്. നമുക്കൊരു ചിലപ്പോൾ ഒരു കൂടിപ്പോയി 2 ദിവസം, ആ 2 ദിവസം നമുക്ക് തലയിൽ താരം കാണത്തില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് താരം വീണ്ടും വരും. നമ്മൾ വരാതിരിക്കാനാണ് നോക്കേണ്ടത്, മനസ്സിലായത്? അപ്പോൾ അതുകൊണ്ട് റൂട്ട് കോസിനെ ഫിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് വയറിളക്കം ഉണ്ട്, വയറിളക്കം ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് മരുന്ന് കഴിച്ചാലും അത് കുറേ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്നത് ഒരിക്കലും മാറത്തില്ല. അപ്പം നമ്മൾ വയറ്റിലോട്ട് ഫുഡ് കൊടുക്കാതിരുന്ന് നോക്ക്, അത് ഓട്ടോമാറ്റിക്കലി ഹീലാവും, മനസ്സിലായോ? താരം വരുന്ന മെയിൻ കോസ് തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നില്ല ആരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്റേണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഫുഡ് കൊടുക്കാതെ ഫുഡ് കൊടുക്കുന്നത് നിർത്തണം ബോഡിക്ക് ഒരു പീരീഡ് ഓഫ് ടൈമിലത്തേക്ക്. എന്നാൽ മാത്രമേ ബോഡി ഇത് ഹീൽ ആവത്തുള്ളൂ, എന്നാൽ മാത്രമേ സ്കാൽപ്പിലോട്ട് അത് സ്ട്രെങ്ത് കയറത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളിനി പുറമേ നിങ്ങൾ എന്തൊക്കെ ചെയ്യും അത് മുടി പോവത്തേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ അക്കൗണ്ടിൽ എൻ്റെ പ്രോപ്പറായിട്ടുള്ള എൻ്റെ ഡയറ്റ് ആയാലും എൻ്റെ ലൈക്ക് വർക്കൗട്ട് സ്പ്ലിറ്റ് ആയാലും നമ്മുടെ ഈ മുടിയുടെ ഗ്രോത്തിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, മനസ്സിലായി? അതേപോലെ തന്നെ താരനാണെങ്കിൽ ഫാസ്റ്റിംഗ് ആണ്, ദാറ്റ്സ് ഓൾ. ഫാസ്റ്റിംഗ് പ്ലസ് ഞാനൊരു ജെല്ല് പറഞ്ഞിട്ടുണ്ട്, ആ ജെല്ലും ഷാമ്പുവും വീട്ടിൽ വാങ്ങി വെക്കുക, ദാറ്റ്സ് ഇറ്റ്. ആവശ്യമുള്ള സമയത്ത് അത് യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷേ ഈ മുടി വളരാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഇനി പുറമെ എന്തൊക്കെ തേച്ചാലും നിങ്ങളുടെ ഉള്ള മുടി പോകുന്നല്ലാതെ ഇനി വരാൻ പോകുന്നില്ല, മനസ്സിലായി? അപ്പോൾ ഞാൻ എൻ്റെ ഈ അക്കൗണ്ടിൽ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ റീൽ സേവ് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫീസിബിൾ ആയിട്ടുള്ള നമുക്ക് പറ്റുന്ന കുറേ സൊല്യൂഷൻസ് ഉണ്ട്, അധികം പൈസ മുടക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കി ഇനി പൊട്ടത്തരങ്ങൾ കണ്ടിട്ട് പൊട്ടത്തരങ്ങൾ കാണിച്ച് ഉള്ള മുടി കളയാതെ നിങ്ങളിനി പുറമെ എന്തൊക്കെ ഇട്ടാലും മുടി പോവത്തുള്ളൂ. കാരണം അത് മുടിക്ക് യൂസ്ഡ് അല്ല, മനസ്സിലായോ?